അമേരിക്കയിലെ അറ്റ്ലാന്റ സ്റ്റേഡിയത്തിലെ 90 മിനിറ്റിന് ശേഷം മുഴങ്ങിയ വിസിലിന് ഒരു ചരിത്ര നിമിഷമുണ്ടായിരുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈനൽ വിസിൽ മുഴങ്ങിയപ്പോൾ, അമേരിക്കയിലെ അറ്റ്ലാന്റ സ്റ്റേഡിയത്തിൽ ഫൈനൽ വിസിൽ മുഴങ്ങിയപ്പോൾ അവിടെ ഒരു ചരിത്ര നിമിഷമാണ് പിറന്നത്. പറയാൻ കാരണം, ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സ്പെയിൻ വേഴ്സസ് കെബോ വെർഡെ. എനിക്ക് തോന്നുന്നു ആ രാജ്യത്തിൻ്റെ പേര് അങ്ങനെ പ്രൊണൗൺസ് ചെയ്യേണ്ടതെന്നാണ് എൻ്റെ ഒരു അറിവ്. തെറ്റുണ്ടെങ്കിൽ കമൻറ്റിലൊന്ന് തിരുത്തുക. കെബോ വെർഡെ എന്നാണ് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് സ്പെയിൻ വേഴ്സസ് കെബോ വെർഡെ. കെബോ വെർഡെ ചരിത്രം സൃഷ്ടിച്ചിരിക്കുന്നു, ഹിസ്റ്ററി ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു. പറഞ്ഞു കഴിഞ്ഞാൽ അവർ കളിക്കുന്ന ആദ്യത്തെ വേൾഡ് കപ്പാണ്. കുഞ്ഞൻ രാജ്യം, ആദ്യത്തെ വേൾഡ് കപ്പ്. ആദ്യത്തെ വേൾഡ് കപ്പിൽ ആദ്യ മത്സരത്തിൽ അവർ നേരിടുന്നത് കഴിഞ്ഞ വർഷത്തെ യൂറോപ്യൻ ചാമ്പ്യന്മാരായ, യൂറോ കപ്പ് ജേതാക്കളായ സ്പെയിനെയാണ്. കളി തുടങ്ങുന്നതിന് മുമ്പ് എൻ്റെ മനസ്സിലും കളി കണ്ടിരുന്ന എല്ലാവരുടെ മനസ്സിലും കഴിഞ്ഞ ദിവസം നടന്ന ജർമ്മനി കൊറസോവ മത്സരത്തിൻ്റെ ഫലമായിരിക്കും മനസ്സിലേക്ക് കടന്നു വന്നിട്ടുണ്ടാവുക. മിനിമം ഒരു 4 ഗോളിന് 5 ഗോളിന് സ്പെയിൻ വളരെ സിമ്പിളായിട്ട് ജയിച്ച് കയറും എന്നെല്ലാവരും വിചാരിച്ചിട്ടുണ്ടാവും. എന്നാൽ ആ പ്രതീക്ഷകൾക്കപ്പുറമായിട്ട് കെബോ വെർഡെ യൂറോപ്യൻ ചാമ്പ്യന്മാരായ സ്പെയിനെ സമനിലയിൽ കുരുക്കി. ലോകകപ്പിൽ അവർ ആദ്യമായിട്ടൊരു പോയിന്റ് നേടി. ലോകകപ്പ് ചരിത്രത്തിൽ അവരുടെ ആദ്യ പോരാട്ടത്തിൽ അവർ പോയിന്റ് നേടി. ചരിത്ര നിമിഷമാണ് കെബോ വെർഡെക്ക്. ഇനിയിപ്പോൾ സ്പെയിനിൻ്റെ കളിക്കാരെന്ന് നോക്കട്ടെ നമുക്ക്. ഗോൾ കീപ്പർ മുതൽ തുടങ്ങാം. ഉനായ് സിമോണെയാണ് ഇപ്രാവശ്യം ആദ്യത്തെ കളിയിൽ ഉനായ് സിമോണെയാണ് ഗോൾ കീപ്പറായിട്ട് നിയോഗിച്ചത്. ഡേവിഡ് റേയ്ക്ക് തൽക്കാലം ഗോൾ വരയ്ക്ക് മുന്നിൽ സ്ഥാനമില്ല. ഇനി അടുത്ത കളിയിൽ ഇറക്കുമെന്നറിയില്ല. എനിവേ, എന്തായാലും അവർക്ക് ടോപ്പ് ഗോൾ കീപ്പേഴ്സ് ഉണ്ട്. ഉനായ് സിമോണാണ് അവർക്ക് വേണ്ടി കളിച്ചുകൊണ്ടിരുന്നത്. ഡേവിഡ് ആർസനലിന് വേണ്ടിയിട്ട് മികച്ച കളി പ്രകടനം കാഴ്ചവെച്ചു, പ്രീമിയർ ലീഗ് നേടി. പക്ഷേ ഉനായ് സിമോൺ ഗോൾ കീപ്പർ. ഇനി ബാക്കിലേക്ക് പോയി കഴിഞ്ഞാൽ, ഡിഫൻഡേഴ്സിൽ പോയി കഴിഞ്ഞാൽ ലാപോർട്ട, കുബാർസി, കുക്കറേയ, ലൊറൻറ്റെ അത്ലറ്റിക്കോ മാഡ്രിഡ്, കുബാർസി ബാഴ്സലോണ, പിന്നെ കുക്കറേയ ചെൽസി, ലാപോർട്ട എനിക്ക് വലിയ പിടുത്തല്ല ലാപോർട്ട എവിടെ കളിക്കുന്നത് കേട്ടോ, എനിക്കറിയില്ല. അപ്പോൾ ഇത്രയും 4 ടോപ്പ് ക്ലാസ് ഡിഫൻഡേഴ്സ്. അവരുടെ മുന്നിലായിട്ട് റോഡ്രി, ബാലൻഡിയോർ നേടിയ റോഡ്രി, ആലോചിക്കണം. പിന്നെ റോഡ്രിയുടെ മുന്നിലായിട്ട് പെഡ്രിയും ഫാബിയൻ റൂയിസും. അവരുടെ മുമ്പിലായിട്ട് 3 പേര്, ഗാവി, പിന്നെ ഫെറാൻ ടോറസ്, ഒയാർസിബാൻ. ഇതവരുടെ ഫസ്റ്റ് ലൈനപ്പാണ്. ആദ്യ 11 പേരാണ് അവരുടെ. കണ്ടല്ലോ, ബാഴ്സലോണയുടെ പ്ലെയേഴ്സും അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ പ്ലെയേഴ്സൊക്കെ അരങ്ങ് വാഴുന്ന, അൺഫോർച്ചുനേറ്റ്ലി റയൽ മാഡ്രിഡ് പ്ലെയേഴ്സ് ഇല്ല, അവരൊക്കെ പ്ലെയേഴ്സ് അരങ്ങ് വാഴുന്ന സ്പെയിൻ നിര ഏതൊരു ടീമിനെയും തച്ചുടയ്ക്കാൻ പോകുന്ന ഈ വേൾഡ് കപ്പിലെ ഹോട്ട് ഫേവറേറ്റായ ടീമുകളിൽ ഒന്ന്. പിന്നെ സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് അവർ ഇറക്കിയത്, അവർ ബെഞ്ച് സ്ട്രെങ്ത്, യമാലിനെ ഇറക്കിയിട്ടുണ്ട് അവർ, നിക്കോ വില്യംസിനെ ഇറക്കിയിട്ടുണ്ട്, മൈക്കൽ മെറീനോ ഇറക്കിയിട്ടുണ്ട്, ഡാനി ഓൾമോനെ ഇറക്കിയിട്ടുണ്ട്. ആലോചിച്ച് നോക്ക്, അവരുടെ സ്ട്രെങ്ത് നോക്ക്. ഇവൻ ബെഞ്ചിലിരിക്കുന്നവർ പോലും കളിക്കാൻ കപ്പാസിറ്റി ഉള്ളവരാണ്. യമാല്, നിക്കോ വില്യംസ് സ്റ്റാറുകളായിരുന്നു യൂറോ കപ്പ് ഫൈനലിൽ യൂറോ കപ്പ് ഉടനീളം. മിക്കൽ മെറീനോ, ഡാനി ഓൾമോ, എന്തോരം കളിക്കാരുണ്ട്. എന്നിട്ട് അവർക്ക് ഒരു ഗോൾ അടിക്കാൻ പറ്റിയില്ല. 62% ബോൾ പൊസിഷനാണ് ഗൂഗിൾ അനുസരിച്ചിട്ട് അവർക്കുള്ളത്. 33% മാത്രം ബോൾ പൊസിഷനാണ് കെബോ വെർഡെക്ക് ഉണ്ടായിരുന്നത്. ഇനിയിപ്പോൾ കെബോ വെർഡെയിൽ 40 വയസ്സാണ് കെബോ വെർഡെയുടെ ഗോൾ കീപ്പർക്കുള്ള വയസ്സ് 40 വയസ്സാണ്. അദ്ദേഹം നടത്തിയ സേവുകൾക്ക് ഒരു പഞ്ഞുമില്ല. ഡിഫൻഡേഴ്സ് ആൻഡ് ഗോൾ കീപ്പർ, ഗ്രേറ്റ് സല്യൂട്ട് ടു ഡിഫൻഡർ ആൻഡ് ഗോൾ കീപ്പർ. അവർക്ക് അതിൻ്റേതായൊരു അംഗീകാരം കൊടുത്തേ പറ്റൂ. പിന്നെ ഗൂഗിളിൽ രസകരമായ ഒരു കാര്യം ഞാൻ കണ്ടു. ഈ കളി സ്പെയിൻ കെബോ വെർഡെ കളി തുടങ്ങുന്നതിനേക്കാൾ മുമ്പ് വിസീഞ്ഞ നട്ടാ ഗോൾ കീപ്പറുടെ പേര് കെബോ വെർഡെ. വിസീഞ്ഞയ്ക്ക് ഇൻസ്റ്റാഗ്രാമിൽ 50K മാത്രം ഫോളോവേഴ്സ് ഉണ്ടായിരുന്നു. കളി കഴിഞ്ഞതിന് ശേഷം അത് 1 മില്യണിലേക്ക് കടന്നു എന്ന് ഞാൻ കണ്ടു, ഗൂഗിളിൽ കണ്ടു. പക്ഷേ ഞാൻ ചെക്ക് ചെയ്തു വിസീഞ്ഞയുടെ, ഇറ്റ്സ് അറൗണ്ട് 2.2 മില്യൺസ്. 2.2 മില്യൺസ് ആണ് ഇപ്പോഴത്തെ ഫോളോവേഴ്സ് വിസീഞ്ഞയുടെ ഗോൾ കീപ്പർ. 40 വയസ്സായി നേരിടെ. 40 വയസ്സ് ഒരു ഗോൾ കീപ്പർ എന്ന് പറയുമ്പോൾ റിഫ്ലക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 40 വയസ്സിലും
അദ്ദേഹം റിഫ്ലെക്സ് കൂടെ കൊണ്ട് നടക്കുന്നുണ്ട് വെച്ചെങ്കിൽ അദ്ദേഹം ഇതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ ഫിറ്റ്നസ്, അദ്ദേഹത്തിൻ്റെ വ്യായാമം, അദ്ദേഹത്തിൻ്റെ ഭക്ഷണ രീതിയൊക്കെ അദ്ദേഹം എന്തോരം ശ്രദ്ധിക്കുന്നുണ്ടാവും. നമുക്ക് ഞാനിപ്പോൾ സ്പെയിൻ കളിക്കാരുടെ പേരുകൾ പറഞ്ഞു, ഇതിൽ ഏത് കളിക്കാരനും ഗോൾ അടിക്കാൻ കപ്പാസിറ്റി ഉള്ള പ്ലെയറാണ്. ഇവരൊക്കെ മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ മനുഷ്യൻ വിസീഞ്ഞ ഒരു വിലങ്ങത്തടിയായിട്ട് അവരുടെ മുമ്പിൽ നിന്നു 40ാമത്തെ വയസ്സിൽ. 40ാമത്തെ വയസ്സിലും ഇമാതിരി കളി കളിക്കണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഫിറ്റ്നസ് ലെവൽ എവിടെ നിൽക്കുന്നു എന്നുള്ള കാര്യം നമ്മൾ ചെക്ക് ചെയ്യേണ്ടതാണ്. ഗ്രേറ്റ് പ്ലെയർ, നല്ല പെർഫോമൻസ്. അക്ഷരാർത്ഥത്തിൽ സ്പെയിനൊരു ഒരു ഇരുട്ടത്തടി കിട്ടിയ പോലെയാണ് എനിക്ക് തോന്നുന്നത്. അമ്മാതിരി കളിയാണ് അവരുടെ ഭാഗത്തുനിന്നുണ്ടായത്. പിന്നെ 90ാം മിനിറ്റിൽ കബ വെർദയുടെ ഒരു ഹെഡർ ഉണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചത് ഉള്ളിൽ കയറുന്നു വിചാരിച്ചു. പക്ഷേ അത് ഉനായ് സിമോൻ്റെ നേർക്കായിരുന്നു. ഉനായ് സിമോൻ അത് തടുത്തിട്ടു, അല്ലെങ്കിൽ അത് രക്ഷപ്പെടുത്തി. വേറെ ഗോളായില്ല. പക്ഷെ ഞാൻ വിചാരിച്ചത് ഉള്ളിൽ കയറുന്നു. അതെങ്ങാനും ഉള്ളിൽ കയറുന്നെങ്കിൽ നാണം കെട്ടുപോയിരുന്നു കേട്ടോ. സ്പെയിൻ സത്യം പറഞ്ഞാൽ നാണം കെട്ടുപോയിരുന്നു. വേറെ സ്റ്റാറ്റിലേക്കൊക്കെ എന്തിനാണ് കിടക്കാൻ നിൽക്കണേ? എനിവേ ഗ്രേറ്റ് സല്യൂട്ട് ടു ഡിഫൻഡേഴ്സ് ആൻഡ് വിസിഞ്ഞ ദി ഗോൾ കീപ്പർ ഓഫ് കബ വെർദെ. നന്നായിട്ട് പരിശ്രമിച്ചിട്ടുണ്ട്. മാതിരി കളിക്കാരനൊക്കെ ഗോളടിക്കാതെ നിർത്തണ്ടേ. എന്തായാലും ഹോൾ മാനേജ്മെൻറ്റ് ഹോൾ ടീമിനെ ഇതാക്കുന്നുണ്ട്. 90 മിനിറ്റ് കഴിഞ്ഞ് വിസിൽ മുഴക്കിയപ്പോൾ അവർ കളിക്കാരൊക്കെ ജയിച്ചു. സത്യം പറഞ്ഞാൽ ജയിച്ചവർ ആഹ്ലാദ പ്രകടനം കണ്ടറിയാം. കുഞ്ഞൻ ടീം ടോപ്പ് ടീമിനെ തോപ്പിക്കുന്നു പറയുമ്പോൾ അവർ ജയിച്ചു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രേറ്റ് പെർഫോമൻസ്. അവർക്ക് ആരെയും പിടിച്ചു നിർത്താൻ പറ്റുമെന്ന് അവർ തെളിയിച്ചു. ഗ്രേറ്റ് പെർഫോമൻസ്, വെൽ ഡൺ കബ വെർദെ. സ്പെയിൻ എന്തായാലും വലിയ അതിശയങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിൽ ഗ്രൂപ്പ് ചാമ്പ്യന്മാരായിട്ട് തന്നെ മുന്നിലേക്ക് കയറേണ്ടതാണ്. ഇനി സ്പെയിൻ്റെ അടുത്ത മത്സരം സൗദി അറേബ്യ ആയിട്ടും പിന്നെ ഉറുഗ്വേ ആയിട്ടാണ്. സൗദി അറേബ്യ, നോട്ട് ദി നേഷൻ, സൗദി അറേബ്യ. കഴിഞ്ഞ വർഷത്തെ ഖത്തർ ലോകകപ്പിൽ അർജൻറ്റീന ആദ്യ മത്സരത്തിൽ മുട്ടുകുത്തിച്ച ടീമാണ് സൗദി അറേബ്യ. അത് കാരണം കൊണ്ട് അത് ഇത്തിരി വരക്കേണ്ടി വരും സ്പെയിനിൽ എനിക്ക് തോന്നുന്നു. പിന്നെ ഉറുഗ്വേയും കമ്പാരിറ്റീവ്ലി സ്ട്രോങ് ആണ്. പക്ഷേ ഞാൻ രണ്ടിലും സ്പെയിൻ തന്നെയാണ് മുൻതൂക്കം കൊടുക്കുന്നത്. ഒന്ന് സൂക്ഷിച്ച് കളിച്ചാൽ മതി, സ്പെയിൻ കയറും. ഞാൻ കബ വെർദെ മുന്നോട്ടേക്കും അടുത്ത റൗണ്ട് 16 കയറും എന്ന് ഞാൻ പ്രവചിക്കാനൊന്നുമില്ല. പക്ഷേ നല്ല പ്രകടനം കാഴ്ചവെച്ചു 90 മിനിറ്റ്. ജർമ്മനി ക്രൊസോവയ്ക്ക് കൊടുത്ത 7-1 പോലൊന്നും ആയില്ല. വെൽ പെർഫോമൻസ്. ഓക്കെ, ഇനി അടുത്തൊരു കളി ബെൽജിയം വേഴ്സസ് ഈജിപ്റ്റ്. 1-1 സമനില കഴിഞ്ഞിട്ടുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈജിപ്തിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ബെൽജിയത്തിൻ്റെ കളിക്കാരുടെ ഒരു വേൾഡ് ക്ലാസ് കളിക്കാരുണ്ട്. കോട്ടുവ, ഗോൾ കീപ്പർ കോട്ടുവ, പിന്നെ നമ്മുടെ മാൻസിറ്റിയുടെ മുൻ കളിക്കാരനായിരുന്ന ചങ്ങയുടെ പേരും മറന്നല്ലോ ചങ്ങയുടെ പേരുണ്ട്. പിന്നെ അങ്ങനെ ഒരു പിടി ലൂക്കാക്കു ഉണ്ട് കളിക്കാരൻ. ലൂക്കാക്കു ഉണ്ട്, ഡിബ്രൂയിനെ, പിന്നെ അങ്ങനത്തെ കുറച്ച് നമ്മുടെ പേര് മറന്നു, ആഴ്സണലിന് വേണ്ടി കളിക്കുന്ന കളിക്കാരനുണ്ട്. അങ്ങനെ ഒരു കൂട്ടം കളിക്കാരായിട്ടാണ് അവർ വന്നത്. മുൻതൂക്കം എന്തായാലും ബെൽജിയത്തിന് ഉണ്ടാകുന്നത്. പക്ഷേ ആദ്യം ഗോളടിച്ചത് ഈജിപ്താണ്. പക്ഷെ ഇത്ര കൂട്ടം കളിക്കാരുണ്ടായിട്ട് എന്ത് ചെയ്യാൻ, ഗോളടിക്കണ്ടേ. പിന്നെ ലുക്കാക്കുവിനെ സെക്കൻഡ് ഹാഫിൽ ഇറക്കി വിത്തിൻ 20 സെക്കൻഡോട് കൂടി ലുക്കാക്കുവിൻ്റെ ഒരു പ്രസൻസ് അവിടെ എന്തായാലും ഉണ്ട്. പക്ഷേ ഞാൻ വിചാരിച്ചു ലുക്കാക്കു ഗോളടിച്ചെന്ന് വിചാരിച്ചു. പക്ഷേ അതൊരു ഓൺ ഗോളായിട്ടാണ് ചിത്രീകരിച്ചതെന്ന് തോന്നുന്നു. എനിവേ 1-1 സമനില. ബെൽജിയം രക്ഷപ്പെട്ടു എന്ന് പറയാം. ഞാൻ വിചാരിച്ചില്ല മുഹമ്മദ് സല ആൻഡ് ഈജിപ്തിൻ്റെ ഭാഗത്ത് നിന്ന് ഇമാതിരി പ്രകടനം ഉണ്ടാവുന്നു. അവരും ഞെട്ടിച്ച് കളഞ്ഞു. എനിവേ ജയിക്കാൻ സാധിച്ചില്ല. വിലപ്പെട്ട ഒരു പോയിന്റ് ഈജിപ്തിനെ നേടിയെടുക്കാൻ കഴിഞ്ഞു.